എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീടിൻ്റെ അടുത്ത്, അതായത് അവരുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു അഭിമുഖം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ചെറുതായിട്ട് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ ഒന്ന് വെള്ള തേക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിവേ, എന്തായാലും ആര് വെള്ള തേച്ചാലും വെള്ള തേച്ചില്ലെങ്കിലും ഷൈനി എന്ന് പറയുന്ന ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഹസ്ബൻഡും കുടുംബവും ഇതിനകത്ത് ഒന്നാമത്തെ പ്രതികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം ആ നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഷൈനി വീട്ടിലോട്ട് ഓടിപ്പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് തർക്കമില്ല. കാരണം അത് ഒരുപാട് പേരിൽ നിന്ന് നമ്മൾ അറിഞ്ഞതാണ്. ഈവൻ ഷൈനിയുടെ സ്വന്തം വീടിൻ്റെ അവിടെയുള്ള റോസമെസ്റ്റിക്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലെ മുതലാളിയുടെ അഭിമുഖവും നമ്മൾ കേട്ടു. അതിനകത്തും അവിടെ ജോലി തേടി ഷൈനി ചെന്ന സമയത്ത് ഷൈനിയുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കരുവാളിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ തറയിലൂടെ ഇട്ട് മമ്മീനെ വലിച്ച് അടിക്കുമെന്നുള്ള കാര്യമൊക്കെ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞതായിട്ടും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നാമത്തെ പ്രതി തന്നെയാണ് എന്നുള്ളതിൽ നമ്മൾക്ക് യാതൊരു സംശയവുമില്ല. ഇനി അതൊന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ 2-3 കാര്യങ്ങളിലേക്കാണ് ഒന്ന് വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഏറ്റുമാനൂർ പോലീസ് തന്നെ ഇതിനകത്ത്, അതായത് ഷൈനിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള കേസ് കൈകാര്യം ചെയ്യുന്ന പോലീസ് തന്നെ ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അതിനകത്ത് 3 പോയിന്റുകളാണുള്ളത്. ഇപ്പോൾ നോബിയെ അറസ്റ്റ് ചെയ്തു. അതിനുള്ള തെളിവുകളും കാര്യങ്ങളുമൊക്കെ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. നോബി കോടതികളിൽ ഇതിന് വേണ്ടിയിട്ട്, ജാമ്യത്തിന് വേണ്ടിയിട്ട് പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്ന് എപ്പോഴെങ്കിലും പുള്ളിക്ക് ജാമ്യം കിട്ടും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യണമല്ലോ. കോടതിയിൽ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും സാക്ഷി വിസ്താരങ്ങളും ഒക്കെ നടക്കണം. എന്നിട്ടേ പുള്ളിനെ കുറ്റക്കാരനെന്ന് കോടതി വിധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളുടെ മുൻപിൽ മാത്രമാണ് പുള്ളി കുറ്റക്കാരനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത്, ഈ ഫാദർ, അതായത് അച്ഛൻ, ഏതച്ഛൻ? പള്ളിയിലച്ഛൻ, നോബിയുടെ ചേട്ടൻ അച്ഛൻ, അതായത് ഷൈനിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ അച്ഛൻ. അപ്പോൾ പുള്ളിനെ എന്തുകൊണ്ട് പോലീസ് പുള്ളിനെ അറസ്റ്റ് ചെയ്യണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിനകത്ത് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ഒത്തിരി പേരിൽ നിന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി ഈ മറ്റുള്ളവർ പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും വെച്ചിട്ട് പോലീസ് ഒരു കേസ് എടുക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനകത്ത് 2 തെളിവുകൾ അതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമിച്ചിരുന്നു. നമ്മുടെ കുടുംബശ്രീയുടെ കാര്യത്തിൽ, കുടുംബശ്രീയുടെ പൈസയുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. അവിടെ ഇദ്ദേഹം പറഞ്ഞു കേസ് കോടതിയിലോട്ട് പോകട്ടെ എന്ന് ഇദ്ദേഹം പറഞ്ഞുവെന്ന് ഉള്ള ന്യൂസുകൾ നമ്മൾക്ക് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ അതിനുള്ള തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് കഴിയും. ആർക്കെതിരെ? ഈ പാതിരിക്കെതിരെയുള്ള തെളിവ് ശേഖരിക്കുവാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്, അവിടെ കൂടിയിരുന്ന വ്യക്തികൾ, നമ്മൾക്കറിയാം ഒത്തുതീർപ്പിന് പോകുമ്പോൾ 2 ഭാഗത്തുള്ള ആൾക്കാരുമുണ്ട്. അതിനകത്ത് ഈ പ്രസിഡന്റ് പോലും പറഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നത് ഈ അച്ഛനാണ് കേസ് കോടതിയിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുവെന്ന്. അങ്ങനെയെങ്കിൽ ആ വ്യക്തികളുടെ ഒരു മൊഴി എടുക്കുകയും അതിന് പ്രകാരം ഈ പാതിരിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് പോലീസിനെ ക്ഷണിക്കുവാനായിട്ട് കഴിയും. കാരണം തെളിവുണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ, പ്രതി പട്ടികയിൽ ചേർക്കുവാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഈ 2 തെളിവുകൾ ധാരാളമാണ്. ഈ 2 സൈഡിൽ നിന്നുള്ള തെളിവുകൾ ധാരാളമാണ് ക്വസ്റ്റ്യൻ ചെയ്യുവാൻ. ഓക്കെ. ഇനി മൂന്നാമത്തതും ഷൈനിയുടെ വീട്ടുകാരെ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. പക്ഷേ അദ്ദേഹത്തെ മാത്രം, ഷൈനിയുടെ വീട്ടുകാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയും കാണുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല. കാരണം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഈ ഷൈനിയുടെ വീട്ടുകാരെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ വിളിക്കണമെന്ന് പറയുവാൻ കാരണം, ആ ഫോൺ, അതായത് ഷൈനിയുടെ മരണത്തിൻ്റെ മെയിൻ തെളിവായി കോടതി സ്വീകരിക്കുകയും പോലീസ് സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു തെളിവായ മൊബൈൽ ഫോൺ കുറച്ച് ദിവസങ്ങൾ, 7 ദിവസം അത് മിസ്സിംഗ് ആയിരുന്നു. ആ 7 ദിവസങ്ങളിൽ ആ ഫോൺ എവിടെയായിരുന്നു എന്നുള്ളതും വിശദമായിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം അത് തെളിവാണ്. ആ തെളിവിനെ മറയ്ക്കുവാൻ, അല്ലെങ്കിൽ ആ തെളിവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. അത് നശിപ്പിച്ചില്ല എങ്കിലും അതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം ആ അപ്പനും അമ്മയും അല്ല ആ ഫോൺ ഒളിപ്പിച്ച് വെക്കുവാൻ
മുന്നിൽ നിന്നത് എന്നുള്ളത് നമ്മൾക്ക് യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരോട് ആദ്യം മാധ്യമപ്രവർത്തകർ ചെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഫോൺ ഇവിടെ എങ്ങാണ്ട് ഉണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ലോക്ക് അഴിക്കാൻ അറിയാൻ മേല, ലോക്ക് അഴിച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഫോട്ടോകൾ ഞങ്ങൾ തരാമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം അതുവരെ അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഫോൺ ഒളിപ്പിക്കണം എന്നുള്ള ഒരു നിഗമനം അവർക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ബുദ്ധി അവർക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ അതിനുശേഷം ആ ഫോൺ ഒളിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ഏതോ വ്യക്തി അതിൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് പറയുന്നത് ഷൈനിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡായ ഒരുത്തനെയാണ് പറയുന്നത്. കാരണം അവൻ്റെ കാറിലുണ്ട് എന്ന്, അവൻ്റെ കാറിലെങ്ങാനും കാണുമെന്ന് ഈ അപ്പൻ തന്നെ ഒരു എന്താ പറയുക മാധ്യമപ്രവർത്തകരോട് പറയുന്നത് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇവൻ എന്തിനാണ് ഈ ഫോൺ എടുത്ത് ഇവൻ്റെ ഇതിനകത്ത് വെച്ചത്, ഇവൻ്റെ കാറിനകത്ത് വെച്ചത്? കാരണം ഇവൻ തീരെ, അപ്പനും അമ്മയും പോട്ടെ, അവർക്ക് വിവരമില്ലെന്ന് വയ്ക്കാം, ഈ കാര്യത്തെക്കുറിച്ച് വലിയ വിവരമില്ല എന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു അനുമാനത്തിൽ നമ്മൾക്ക് എത്താം. എന്നാൽ ഇവന്, അതായത് ഈ അനിയത്തി കെട്ടിയവന് വിവരമില്ലാതെ ഒന്നുമില്ലല്ലോ, അവനറിയാം ഇത് ഇതിനകത്തെ തെളിവാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഇത് മറയ്ക്കുവാൻ, അല്ലെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഇതിനകത്തെ കളൊക്കെ എന്താ പറയുക ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവൻ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വീട്ടുകാരുടെ, ഷൈനിയുടെ വീട്ടുകാരുടെ മൊഴി പ്രകാരം ഇവനെയും ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് പോലീസിന് വിളിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ 3 വിഷയങ്ങളാണുള്ളത്. ഒന്ന് ഷൈനിയുടെ അപ്പൻ, ഷൈനിയുടെ അമ്മായിയപ്പൻ്റെ വീട്ടിലുള്ള പാതിരിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മുടെ ഷൈനിയുടെ വീട്ടിലുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഒപ്പം ആ ഫോൺ ഒളിപ്പിക്കാൻ പുറകിൽ നിന്ന വ്യക്തിയും ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ഈ 3 പേരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ചുളിവുകൾ എന്താ പറയുക ചുരുള അഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പോലീസ് അതിനകത്തുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ, എടുക്കണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു റിക്വസ്റ്റ്. ഇനി രണ്ടാമത്തെ ഇതിനകത്ത് പോലീസും ഇത് എടുത്താലും പ്രോസിക്യൂഷൻ, അതായത് ഷൈനിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലിന്, ഷൈനിയുടെ വിഷയത്തിന് വേണ്ടി മിക്കവാറും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത്. കാരണം അങ്ങനെയാണല്ലോ, കാരണം ഇരയ്ക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് എപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ അദ്ദേഹവും ഈ പോയിന്റുകൾ എന്താ പറയുക കോട്ട് ചെയ്ത് ഇത് കോടതിയുടെ മുൻപിൽ എത്തിക്കേണ്ടതാണ്. ഈ 3 വിഷയങ്ങൾ എത്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കോടതിയുടെ മുൻപിൽ അവരെ നിർത്തേണ്ടതുമാണ്. സാക്ഷി വിസ്താരം എന്ന രീതിയിൽ ഇവരെ നിർത്തേണ്ടതുമാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് വരാം, ഈ ഷൈനിയുടെ ഫാദറിനെയും അമ്മേനെയും ഇങ്ങനെ ഒത്തിരി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അവരുടെ ഭാഗത്തു നിന്ന് അവർ വേണ്ട രീതിയിലുള്ള സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമ്മൾക്കറിയാം, ഇന്ന് ഈ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒത്തിരി യൂട്യൂബ് ചാനലുകളുടെ അടിയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഏഷ്യാനെറ്റ് അതുപോലെയുള്ള മാധ്യമങ്ങളുടെ അടിയിലുള്ള കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾക്കറിയാം ഒരു 50% കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നടന്നിരിക്കുന്നത്. കാരണം എത്രയോ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാരെ സപ്പോർട്ടില്ലാത്ത ഒത്തിരി വിഷയങ്ങൾ അവരവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഷൈനിയുടെ വീട്ടിൽ മാത്രം നടക്കുന്നതാണ് എന്ന് നമ്മൾക്ക് പറയുവാൻ പറ്റത്തില്ല. കാരണം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് 50% പേരൻസും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പിന്നെ രണ്ടാമത്, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ, ആ മകൾക്കുണ്ടായിരിക്കുന്നത് ഒരു പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ തീർന്നു. കാരണം ഈ ഷൈനിയുടെ വീട്ടുകാരുടെ ആ അമ്മച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, ആ പുള്ളിക്കാരത്തി പറഞ്ഞു, മോനെ ഞങ്ങൾ നോക്കിക്കോളാം. അതായത് ഷൈനി എക്സാമിന് പോകുന്ന സമയത്ത് മോനെ ഞങ്ങൾ നോക്കിക്കോളാം, അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ഉണ്ടായതല്ലേ എന്ന് പറയുമ്പോൾ ആ അമ്മച്ചിയുടെ ഉള്ളിലുള്ള ഒരു വല്ലാത്ത അട്രാക്ഷൻ നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ പെൺകുഞ്ഞുങ്ങളോട് അവരത് കാണിച്ചിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ പയ്യനോട് അവർക്ക് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത് കെട്ടിവെച്ച് വിട്ട മകള് ഒരു 50% പേരൻസിനും എന്താണ് ഒരു ബാധ്യത തന്നെയാണ്. രണ്ടാമത് അവർക്ക് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെയും ഇവർക്ക് ബാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിന്ന് ലോകത്തിൽ നടക്കുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേലയും കൂലിയും ഇല്ലാതെ ഞങ്ങളുടെ മക്കളുടെ ചിലവിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ അതിദാരുണം തന്നെയാണ്. കാരണം അതാണ് ആ വീട്ടിൽ അവർ അനുഭവിക്കേണ്ടി വന്നത്. അതിൻ്റെ പേരിൽ അവരെ മാത്രം നമ്മൾക്ക് പ്രതിക്കൂട്ടിലേക്ക് നിർത്തുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ കമൻറ്റ് എഴുതിയിരിക്കുന്ന വ്യക്തികളുടെ ഒക്കെ വീട്ടിലുള്ളവരുടെ ചരിത്രങ്ങൾ എടുത്താൽ അതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞത്, ഒത്തിരി അനുഭവങ്ങൾ എഴുതിയിരിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്ത് നോക്കുമ്പം അവരെയൊക്കെ നമ്മൾക്ക് പ്രതിക്കൂട്ടിലേക്ക് നിർത്തേണ്ടി വരും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ.
ഇനി ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ വീഡിയോകളുടെയും അടിയിൽ വരുന്ന കമൻറ്റുകളുണ്ടല്ലോ, അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, ചില കമൻറ്റുകളൊക്കെ. കാരണം ചിലർ അവരുടെ അനുഭവങ്ങളും അതിൽ നിന്ന് മുക്തി നേടിയതൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലരുടെ കമൻറ്റുകൾ വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. എന്താണെന്നറിയാമോ, അവർ ന്യായീകരിക്കുകയാണ്. അതായത് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ആത്മഹത്യ ഒരു കാരണവശാലും നമ്മൾക്ക് ന്യായീകരിക്കുവാൻ കഴിയത്തില്ല. അതിനകത്ത് ഒരു കാരണവശാലും നമ്മൾക്കതിനെ ന്യായീകരിക്കുവാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് മരണത്തിലേക്ക് എടുത്തു ചാടിയതിനെ നമ്മൾക്ക് ഒരു വിധത്തിലും ന്യായീകരിക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ഒത്തിരി പേര് വന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഷൈനിക്ക് നീതി വേണം, കുഞ്ഞുങ്ങൾക്ക് നീതി വേണം, അതൊക്കെ നമ്മളിപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആത്മഹത്യ ഒരിക്കലും നമ്മൾക്ക് വൈറ്റ് വാഷ് ചെയ്യുവാനായിട്ട് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ മരിക്കുക മാത്രമല്ല, അവരുടെ ആ സ്വന്തം ജീവിതത്തെ അവർ അവസാനിപ്പിക്കുക മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെയും കൂടി അവർ എന്ത് കൊടുത്തിരിക്കുകയാണ്, ബലി കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾക്ക് ന്യായീകരണം പറയുവാനായിട്ട് കഴിയത്തില്ല. കാരണം ആ കുഞ്ഞു മോളെ വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണുന്നതും ഭയങ്കര ഹൃദയം തകർക്കുന്നതാണ്. നമ്മൾ ആരും ഇന്നും ആ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും അതുകൊണ്ടല്ലേ ഇന്ന് ഓരോ ഷൈനി എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും വ്യൂസാണ്. കാരണം എന്താ, എല്ലാവരും അത്രമാത്രം അതിനകത്തേക്ക് ഓരോരുത്തരുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ന്യൂസ് തന്നെയാണത്. പക്ഷേ അതുകൊണ്ട് നമ്മൾക്കവരെ ന്യായീകരിക്കുവാൻ കഴിയത്തില്ല. എന്താണ്, ഷൈനി ചെയ്തിരിക്കുന്ന ആത്മഹത്യ നമ്മൾക്ക് ന്യായീകരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഒത്തിരി പേര് കമൻറ്റുകളിൽ വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ചെയ്തത് നല്ല കാര്യമാണ്, പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുപോയത് നന്നായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മുൻപോട്ട് നോക്കുമ്പോൾ നമ്മളെ വല്ലാതെ അതൊക്കെ ഭയപ്പെടുത്തുന്നുണ്ട് ആ കമൻറ്റുകൾ. എന്ന് വെച്ചാൽ അതേ മാനസികാവസ്ഥയിലുള്ള ഒത്തിരി ആൾക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, പലരും ചോദിക്കും, കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾ ദൈവവിശ്വാസം പോലും പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തുടക്കം തന്നെ പറയട്ടെ, ഒരു അമിത ഭക്തിയും അമിതമായിട്ടുള്ളത് എന്തും നമ്മൾക്ക് എന്താണ്, അത് ദോഷമേ ചെയ്യത്തുള്ളൂ. അതൊരിക്കലും ന്യായീകരിക്കുവാൻ പറ്റുന്നതല്ല. എന്ന് വെച്ചാൽ ഭക്തി നമ്മൾക്ക് വേണം, ദൈവത്തോടുള്ള ഭക്തി നമ്മൾക്ക് വേണം, നമ്മളുടെ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന വിശുദ്ധിയും വേണം. എന്നാൽ അമിത ഭക്തിയും അമിത വിശുദ്ധിയും ഒരിക്കലും നല്ലതല്ല. അതൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. ഏത്, ഈ അമിത ഭക്തിയും അമിത വിശുദ്ധിയും. അതിനകത്ത് യാതൊരു തർക്കവും. ഇപ്പോൾ ഷൈനിക്ക് പറ്റിയതും അങ്ങനെ തന്നെയാണ്. ഷൈനി ഒത്തിരി പാവം പോലെ നിന്നു. അവർ കുറേയൊക്കെ പ്രതികരിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു അവസ്ഥ അവർക്ക് ഒരിക്കലും വരത്തുണ്ടായിരുന്നില്ല. ഓക്കെ, അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു കുടുംബശ്രീയുടെ ലോണിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ ലോണും ഇപ്പോൾ എന്താ പറയുക, അത് ഷൈനി അടയ്ക്കണം, ഞങ്ങളുടെ വീട്ടിലോട്ടല്ല അവരുടെ വീട്ടിലോട്ടാണ് എന്ന് പറയുന്ന ഒരു തർക്കം ഷൈനിയുടെ വീട്ടിൽ നിന്നും ഷൈനിയുടെ ഭർത്തൃ വീട്ടിൽ നിന്നും ഉണ്ട്. അവർ രണ്ടുപേരും അതിനകത്ത് തർക്കത്തിലാണ് നിൽക്കുന്നത്. നമ്മൾക്കറിയാം, കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ എടുത്ത വ്യക്തി ആരാണെന്നുള്ളത് നോക്കും അല്ലേ, ആ ലോൺ എടുത്തിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് നോക്കും. ഒന്നാമത് ഷൈനി ലോൺ അവിടുന്ന് എടുത്തു, കുടുംബശ്രീയിൽ നിന്ന് എടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട്. രണ്ടാമത് അത് എടുത്ത വ്യക്തി ആരാണെന്നുള്ളത് കോടതി നോക്കും. രണ്ടാമത് അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം നോക്കും. അപ്പോൾ ആ സാഹചര്യം നോക്കുമ്പോൾ അത് ഭർത്തൃ വീട്ടുകാർക്ക് എഗനിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം എന്താണെന്ന് അറിയാമോ, ഷൈനി ആ സമയത്ത്, അതായത് ഈ പൈസ എടുക്കുമ്പോൾ എവിടെയായിരുന്നു, ഷൈനിയുടെ ഭർത്തൃ വീട്ടിലായിരുന്നു ഷൈനി ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ഷൈനി എന്തെടുത്തിരിക്കുന്നത്, ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും എങ്ങോട്ട് പോകും, ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് ചിലവാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾക്കറിയാം, കുടുംബശ്രീയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുന്നത് സൺഡേ ആയിരിക്കും. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി വരെ എന്തായാലും ഷൈനി എങ്ങോട്ട് പോയിട്ടില്ല, ഷൈനിയുടെ വീട്ടിലോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളുണ്ട്, അതുകൊണ്ട് ആ സ്കൂൾ വിട്ടിട്ട് പുള്ളിക്കാരത്തെ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പാണ്. ഇനി അതിൻ്റെ അകത്തെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഷൈനിയുടെ അക്കൗണ്ടൊക്കെ നമ്മൾക്കൊന്ന് പരിശോധിച്ചാൽ, അതായത് ബന്ധപ്പെട്ടവർ കേട്ടോ, അതിൻ്റെ നിയമ സംവിധാനങ്ങളിൽ നിൽക്കുന്നവരൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഷൈനിയുടെ വീട്ടിലോട്ട് പോയിട്ടില്ല എന്നും നമ്മൾക്കവിടെ ഉറപ്പിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ലോൺ എടുത്തു എന്നുള്ള കാര്യം ഷൈനിയുടെ ഭർത്തൃ വീട്ടിലേക്ക് തന്നെയാണിത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് പ്രൂവ് ചെയ്യുവാൻ, അതായത് കോടതിയിൽ പ്രൂവ് ചെയ്യുവാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇത് ഞാനൊരു 3 പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനെ ക്വസ്റ്റ്യൻ ചെയ്യുവാനുള്ള പോയിന്റ്. രണ്ടാമത്, ഷൈനിയുടെ വീട്ടുകാരെയും ഷൈനിയുടെ ആ ഫോൺ ഒളിപ്പിക്കുവാൻ കൂട്ടുനിന്നിരിക്കുന്ന ആ വ്യക്തിയെയും ക്വസ്റ്റ്യൻ ചെയ്യുവാനുള്ള ഒരു പ്രൂഫ്. മൂന്നാമത്, ഷൈനിയുടെ ലോൺ എടുത്തിരിക്കുന്ന, കുടുംബശ്രീയിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോൺ ഷൈനിയുടെ വീട്ടിലോട്ടല്ല, ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള പോയിന്റ്. അങ്ങനെ 3 പോയിന്റാണ് ഞാനിവിടെ ഇപ്പോൾ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ വീഡിയോ ഒക്കെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർ ഇത് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് ആൾക്കാർ എന്താണ് പറയുന്നത്, ദൈവമുണ്ടോ, ദൈവം എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും കൂടെ പറയുന്നു,
അമിത ഭക്തിയും അമിത വിശുദ്ധിയും എപ്പോഴും നല്ലതല്ല. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ വികലതയാണെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മൾക്ക് ഭക്തി വേണം, നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും വേണം. അത് നല്ല കാര്യം തന്നെയാണ്, അത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കുറേ പേര് പറഞ്ഞല്ലോ, ഇതിൻ്റെ അടിയിൽ ഒത്തിരി പേര് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, ഓരോ വീഡിയോകളുടെയും, എൻ്റെ വീഡിയോ മാത്രമല്ല പല വീഡിയോകളുടെയും അടിയിലുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഷൈനി ചെയ്തത് നല്ല കാര്യമാണ്, ഇനി വേറെ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ബൈബിളിനകത്ത് നമ്മുടെ ഫസ്റ്റ് കിങ്സ്, അതായത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു സംഭവ കഥ കിടപ്പുണ്ട്. അതിനകത്ത് എന്താണെന്നറിയാമോ, ഒരു സ്ത്രീ, തൻ്റെ ഒരു വിധവയായ സ്ത്രീ തൻ്റെ ഒരു കുഞ്ഞു മകനുമായിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മരണത്തിന് വേണ്ടി അവിടെ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്ന ആ സംഭവത്തെ കുറേ പേർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അവർ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നില്ല, അവരവിടെ മരിക്കാൻ റെഡി ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അവർ മരിക്കുവാൻ ഒരുങ്ങിയിരുന്നതെന്ന് നമ്മൾക്കറിയാം. അവർക്ക് എന്തില്ല, അവിടെ ക്ഷാമമാണ്. ആ ദേശത്ത് മുഴുവൻ മഴയില്ലാതെ ആകാശം അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് മഴയില്ലാതായപ്പോൾ എന്ത് വന്നു, സ്വാഭാവികമായിട്ടും അവർക്ക് പട്ടിണി വരികയാണ്. അവർക്ക് എന്താ പറയുക, പട്ടിണി ഓരോ കുടുംബങ്ങളിലും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വിധവയ്ക്കും മകനും പിന്നെ മുൻപിൽ ഒരു വഴിയുമില്ല. അവരുടെ കലത്തിലാകെ ഒരിത്തിരി മാവുമുണ്ട്, അവരുടെ തുരുത്തിയിൽ ഒരിത്തിരി എണ്ണയും മാത്രം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അത് കഴിച്ചിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ്, മരിക്കാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല അർത്ഥം. അവരത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ വേറെ ഇല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ മരണപ്പെട്ടു പോകും. ആ സംഭവം, അതാണ് അവർ മരിക്കാനിരിക്കുക എന്നവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ അവരവിടെ മരിച്ചു പോകുന്നത് കൊണ്ട് മരിക്കാനിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് ആര് കണ്ടു എന്നറിയാവോ, ഈ ആകാശം അടച്ച അതേ ദൈവം അത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ നമ്മൾക്കറിയാം, അവിടെ എന്ത് വിഷയം വന്നാലും ഇതുപോലെ മരിക്കാനിരുന്ന ഒരു വിധവയും ഒരു കുഞ്ഞിനെയും വേറെ എവിടെയും നമ്മൾക്കിവിടെ കാണാം, ആ ദേശത്ത് ഉള്ളതായിട്ട് ഒരു എന്താ പറയുക ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ വിധവയും മകനുമാണ് ആകെപ്പാടെ അതിൻ്റെ ഒരു എന്താ പറയുക കഠിനതയിൽ, അത് ആ ക്ഷാമത്തിൻ്റെ കഠിനതയിൽ എത്തി നിൽക്കുന്നത്. അവരങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് ഏലിയ പ്രവാചകനെ എങ്ങോട്ട് വിട്ടു. ഏലിയ പ്രവാചകൻ എവിടെയിരിക്കുന്നു, ഒരു കെരീത് തോട്ടിലിരിക്കുക. എന്നിട്ട് അവിടെ ദൈവം എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്, ഒരു കാക്കയോട് കൽപ്പിച്ചു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏലിയ പ്രവാചകന് അപ്പവും ഇറച്ചിയും ആര് കൊണ്ട് കൊടുക്കും, ഈ കാക്ക കൊണ്ട് കൊടുക്കും. എന്നിട്ട് അത് കഴിച്ച് കെരീത് തോട്ടിലെ വെള്ളവും കഴിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കെരീത് തോട്ടിൽ വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴത്തേനും ദൈവം പറഞ്ഞു, നീ എങ്ങോട്ട് പോകണം, സരാഫാത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം. അവിടെ ആരുണ്ട്, ഒരു വിധവയുണ്ട്, ആ വിധവയുടെ അടുത്ത് നിന്നെ ഞാൻ തീറ്റിപ്പോറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ തന്നെ ആ വിധവ എന്താണ്, ആ വിധവ അവിടെ ഇങ്ങനെ വിറക് പിറക്കുന്നു കണ്ടപ്പോൾ ഈ ഏലിയ പ്രവാചകൻ ആ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, നീ എന്ത് കാര്യം ചെയ്യും, എനിക്കൊരു കുറച്ച് തുരുത്തിയിൽ ഇച്ചിരി വെള്ളം കൊണ്ടുതരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി നോക്കുമ്പോൾ വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ പോകുന്ന വഴിക്ക് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരു ചെറിയ അടയും കൂടി എനിക്ക് ചുട്ടുകൊണ്ട് വരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി തൻ്റെ നിസ്സഹായാവസ്ഥ അവിടെ അദ്ദേഹത്തോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പാത്രത്തിലാകെ ഒരു തുരുത്തി എണ്ണയും, ഒരു തുരുത്തിയിൽ ഒരു ഇച്ചിരി എണ്ണയും ആ കലത്തിൽ ഒരു ഇത്തിരി മാവും മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അത് ചുട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം തീരും. അതുകൊണ്ട് ആ ഒരൊറ്റ അടയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിറക് പിറക്കുന്നത്. എന്നിട്ട് എനിക്കും ഞാനും മോനും കൂടെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, മരിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം പിന്നെ ഭക്ഷണമില്ലല്ലോ, ഭക്ഷണമില്ലാതെ ഞങ്ങൾ മരിച്ചു പോകും, വെള്ളമില്ലാതെ ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് ഈ സ്ത്രീ എന്ത് ചെയ്തു, ഈ പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് അടയുണ്ടാക്ക്, നിൻ്റെ തുരുത്തിയിൽ എണ്ണ തീർന്നു പോകത്തില്ല, നിൻ്റെ കലത്തിലെ മാവ് കുറഞ്ഞും പോകത്തില്ല എന്ന് ആ സ്ത്രീയോട് ആര് പറയുവാനിടയായിത്തീർന്നു, ആ പ്രവാചകൻ പറയുവാനായിട്ടിടയായിത്തീർന്നു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രവാചകൻ ഇതെങ്ങനെ അറിഞ്ഞു, പ്രവാചകനോട് ആര് പറഞ്ഞു, ദൈവമാണ് പറഞ്ഞതല്ലേ. ആ വിധവ അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ, എന്തുകൊണ്ടാണ് അവർ ഈ അവസാന നിമിഷം വിട്ടത്, അവസാനത്തെ ഒരട വരെ എന്തിനാണ് ദൈവം വെയിറ്റ് ചെയ്തത്, കുറച്ച് മുന്നേ ചെല്ലാൻ വിടാൻ മേലായിരുന്നു എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം അവസാന നിമിഷമാണ് ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളുടെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞു, നമ്മൾക്ക് ആശ്രയിക്കാൻ ഇനി ഒന്നുമില്ല. നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ അവർ മരിച്ചില്ല കേട്ടോ, അവർ മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുമല്ല, അവരുടെ ഭക്ഷണം തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പട്ടിണി കിടന്ന് മരിക്കും. അപ്പോൾ അതിനു വേണ്ടി അവരിയ്ക്കുകയാണ്. അതുകൊണ്ട് ആ സ്ത്രീ അങ്ങനെ ഇരിക്കുവാണ്.
ആ സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായതും ആ പ്രവാചകൻ അവിടത്തേക്ക് വരികയും അവർക്ക് അവരെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്ന് വെച്ചാൽ ആ പ്രവാചകൻ്റെ വാക്ക് പോലെ തന്നെ അവിടെ സംഭവിച്ചു. അവരുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, തുരുത്തിയിലെ എണ്ണ തീർന്നും പോയില്ല. അവരവിടെ ആ പ്രവാചകനും ആ അമ്മയും മകനും ഒക്കെ അവിടെ ജീവിച്ചവരുടെ കുടുംബക്കാരെല്ലാം അവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ പറയുന്നത് പലരും ചോദിക്കും ദൈവം എവിടെ, ദൈവം എവിടെയെന്ന്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് കഷ്ടങ്ങളുണ്ടായിരുന്നു, ദുരിതങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു, അല്ലേ? കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. കാരണം ആരും വന്നവരെ ട്രെയിനിൻ്റെ മുൻപിലേക്ക് ഉന്തിയിട്ടതല്ല, അവർ തന്നെ ആ കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് പോയത്. ആ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ വ്യക്തമാണ്. ആ കുഞ്ഞുങ്ങളെ അവർ തന്നെ കൊണ്ടുപോയി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. കുറച്ച് ഓക്കെ, നമ്മൾക്ക് കുറച്ച് കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ വരും. കയ്യിൽ പൈസയില്ല, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളുടെ ഇടയിലും നമ്മൾ പിടിച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ തന്നെ അല്ല ഡിസിഷൻ എടുക്കേണ്ടത്. അവസാനം സകല വഴികളും അടഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അത് ബൈബിളിൽ ഉടനീളം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണ്. അവസാന നിമിഷമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും വഴികൾ മുൻപിലുള്ളപ്പോൾ ദൈവം വന്ന് പ്രവർത്തിച്ചാൽ അവിടെ ദൈവത്തിന് മഹത്വം പോകത്തില്ല, ദൈവത്തിൻ്റെ അത്ഭുതം മനുഷ്യൻ തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, അവസാന നിമിഷത്തേക്ക് ദൈവം വന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കമൻ്റൊക്കെ ഇടുന്നവരുണ്ടല്ലോ, മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരുണ്ടല്ലോ, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാനിത് പറയുവാൻ കാരണം ഇനിയൊരു ഷൈനിയും കുഞ്ഞുങ്ങളും ആവർത്തിക്കപ്പെടരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യും. ദൈവം ഏതെങ്കിലും അവിടെ ദൈവം ഇറങ്ങി വരുമല്ലോ കേട്ടോ ചെയ്തത്. ആ വിധവയുടെയും ആ മകൻ്റെയും അടുത്തേക്ക് ദൈവം ഇറങ്ങി വരുമല്ല ചെയ്തത്, പകരം ദൈവം ഒരു മനുഷ്യനെയാണ് അയച്ചത്. ഏലിയാവ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ആ മനുഷ്യനെ അയച്ച് ദൈവം അവിടെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ നിങ്ങളും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. വെയിറ്റ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. അത് ഏതെങ്കിലും മനുഷ്യൻ്റെ രൂപത്തിൽ വരും. അല്ലാതെ നമ്മൾ ഓടിപ്പോയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കരുത്. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ തിരശ്ശീല ഇടരുത്. അവിടെ നമ്മൾ തോറ്റുപോകത്തുള്ളൂ. അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മൾ തന്നെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിന് തിരശ്ശീല വീഴും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു വഴിക്ക് നീങ്ങരുത്. ഇപ്പോൾ ഷൈനയുടെ വീട്ടിലായിരുന്നെങ്കിലും ഷൈനയുടെ അപ്പൻ തലേദിവസം കൊണ്ടുവന്ന് ആ കുട്ടികൾക്ക് വേണ്ടി 21,000-28,000 രൂപയും കണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന് അടച്ചു. ഇനിയിപ്പോൾ അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. നമ്മൾക്കറിയാം, അദ്ദേഹവും വൈഫും ഒക്കെ എന്താണ്, അവർക്ക് വല്ല പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ അവർക്ക് സ്വന്തമായി വരുമാനമില്ല. പക്ഷെ മക്കൾ അയച്ചു കൊടുത്തതായിരിക്കും. അപ്പോൾ ഈ മക്കൾ അയച്ചു കൊടുത്ത പൈസ ഇങ്ങനെ ചിലവാക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പിറുപിറുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. അതൊക്കെ സാധാരണമാണ്, ഏത് കുടുംബത്തിലും അത് ഉണ്ടാകും, അത് നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പിറുപിറുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ പിറുപിറുപ്പുകളൊക്കെ എന്താ പറയുക, ഷൈനിയുടെ മനസ്സിലോട്ട് ഏറ്റു. അത് ഷൈനി അപ്പോൾ ഭർത്താവുമായിട്ട് ഉള്ള കോൺവെർസേഷൻ വന്നപ്പോഴും എല്ലാം കൂടി ആയിട്ട് പുള്ളിക്കാരത്തിയാകെ തകർന്നു പോയി. പക്ഷേ അവിടെ പുള്ളിക്കാരത്തിൻ്റെ മുൻപിൽ വഴി പൂർണ്ണമായിട്ടും അടഞ്ഞിട്ടില്ലായിരുന്നു, അല്ലേ? കാരണം കുഞ്ഞുങ്ങളുടെ ഫീ അവിടെ അടച്ചു, കുഞ്ഞുങ്ങളുടെ ഫീസ് അവിടെ അടച്ചു കഴിഞ്ഞു. ഹോസ്റ്റൽ അവിടെ റെഡി ആയിരുന്നു. അവസാന നിമിഷം ഹോസ്റ്റൽ റെഡി ആയിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പുള്ളിക്കാരത്തി എന്ത് പ്രതിസന്ധി വന്നെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണമായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി അവിടെ എടുത്തു ചാടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ആത്മഹത്യ നമ്മൾക്ക് ന്യായീകരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ രണ്ട് വീട്ടുകാരും അവരെ ചേർത്ത് പിടിക്കേണ്ടിടത്ത് ചേർത്ത് പിടിച്ചില്ല എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മൾ ഓർക്കുക. നമ്മളുടെ മുൻപിൽ വഴികൾ അടയുമ്പോൾ നമ്മൾ തന്നെ അതിന് അവസാനം കാണരുത്. അതിൻ്റെ അവസാനം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അതിനകത്ത് പ്രവർത്തിക്കും. കാരണം ആരെയും ദൈവം, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് കോട്ടയിൽ ധ്യാനത്തിന് പോയ സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നമുക്കൊരു പാട്ടുപുസ്തകം കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു പാട്ടുപുസ്തകം കിട്ടിയപ്പോൾ അതിനകത്തൊരു പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ട്യൂണൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ തന്നെ അതിനൊരു ട്യൂൺ അങ്ങ് അന്നിട്ട് പാടിയത് ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെയായിരുന്നു: ജനിക്കുന്നു മരവിച്ച മനസ്സുമായി നീങ്ങുന്നു ആരാരുമറിയാതെ ഓരങ്ങളിൽ. ഞാൻ പാട്ടുകാരത്തിയൊന്നുമല്ല, ഇനി അപ്പം എൻ്റെ പാട്ടിനെ വിമർശിക്കാനൊന്നും വരണ്ട. ഞാൻ ആ പാട്ടൊന്ന് നിങ്ങളുടെ മുൻപിലോട്ട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ പാട്ടിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ജനിക്കുന്നു മരവിച്ച മനസ്സുമായി നീങ്ങുന്നു ആരാരും അറിയാതെ ഓരങ്ങളിൽ. എന്ന് വെച്ചാൽ തെരുവോരങ്ങളിൽ, അല്ലേ? ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. പലപ്പോഴും ഞാനൊക്കെ ബസ്സിന് പോകുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷേ ആ എൻ്റെ കണ്ണുനീരൊക്കെ ദൈവം കണ്ടുകൊണ്ടാണ് എന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കിയത്. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്ന പൈസ ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പിന്നീടുള്ള ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ തെരുവോരങ്ങളിലൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലേ, അവർക്കൊക്കെ എന്താ ഉള്ളത്?
മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമിയും, ഒന്നുമില്ല അവർക്ക്. എന്നിട്ടും അവരെന്താണ്, അവർ ജീവിക്കുക അല്ലേ? നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും എന്താ പറയുക തെരുവോരങ്ങളിൽ കിടക്കുന്നവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാക്കുകളൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അവർ പോലും അവരുടെ ജീവിതത്തെ ജീവിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു സാഹചര്യത്തിലോട്ട് ഷൈനിയും കുഞ്ഞുങ്ങളും പോയിട്ടില്ല, നമ്മൾ ആരും പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. നമ്മൾ ഇതിനൊക്കെ മുതിരുന്നതിന് മുൻപേ നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ താഴെത്തട്ടിൽ അതിനെ കഴിഞ്ഞ് കഷ്ടം അനുഭവിക്കുന്നവരുണ്ടല്ലേ, അതുങ്ങൾക്ക് എന്ത് വിലയുള്ള, തെരുവിൽ കിടക്കുന്നവർക്ക് എന്ത് വിലയുള്ള, ഒരു വിലയും ഇല്ലല്ലേ. അവർ വന്ന് നമ്മുടെ മുൻപിൽ നിന്ന് കൈ നീട്ടിയാൽ പോലും നമ്മൾ കൊടുക്കുന്നതും ഏതാനും തുട്ടുകളായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി നല്ല വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ജീവിതം ദൈവം നമ്മൾക്ക് തന്ന വലിയ സമ്മാനമാണ്. ഇന്നത്തെ കഷ്ടങ്ങൾ നോക്കേണ്ട, നാളെ ഒരു നല്ലത് ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിശുദ്ധ ബൈബിളിനകത്ത് പറയുന്നുണ്ട്, എന്താ പറയുക, ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കുപ്പയിലാണോ കിടക്കുന്നത്, നാളെ നമ്മളുടെ മുൻപിൽ ഒരു നല്ലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ കുപ്പയിൽ കിടക്കുമ്പോൾ നമ്മൾ ജീവിതം അവസാനിപ്പിക്കരുത്. കാരണം അന്നൊരു നല്ല നാളേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.